ഒരിക്കലും വളരെ യാദൃശ്ചികമായിട്ട് നടന്നൊരു കാര്യമാണ് എന്ന് ആർക്കും തോന്നുന്നില്ല. ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് നടന്നൊരു കുറ്റകൃത്യം തന്നെയാണ്. അത് തന്നെയാണ് ഞാനും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയത്. നടിയെ ആക്രമിച്ച കേസിലെ വിധിയിൽ അതിജീവിത ആദ്യ പ്രതികരണം രേഖപ്പെടുത്തിയതിന് പിന്നാലെ തന്റെ നിലപാടറിയിച്ച നടി മഞ്ജു വാര്യറും രംഗത്തെത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണ് നടി അതിജീവിതയ്ക്ക് വീണ്ടും പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂവെന്നും അത് ആസൂത്രണം ചെയ്തവർ പകൽ വെളിച്ചത്തിലുണ്ടെന്നും മഞ്ജു വാര്യർ പോസ്റ്റിൽ കുറിച്ചു. അന്നും ഇന്നും എന്നും അതിജീവിതയ്ക്കൊപ്പമെന്ന് ആവർത്തിച്ചാണ് നടി കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പോലീസിനും നിയമ സംവിധാനത്തിനും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും, ഓരോ സ്ത്രീക്കും, ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവുകളിലും ജീവിതത്തിലും സധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായേ തീരൂ. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പമെന്നാണ് നടി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അത് ആസൂത്രണം ചെയ്തവർ അവർ പുറത്ത് പകൽ വെളിച്ചത്തിൽ ഭയപ്പെടാതെ നമ്മുടെ മുന്നിൽ കൂടി തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അവർക്കുമുള്ള ശിക്ഷ ഉറപ്പാക്കണമെന്നും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങളെന്നുമൊക്കെയാണ് മഞ്ജു വാര്യരുടെ കുറിപ്പിൽ നിന്നും വിശദമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നുള്ള കമൻറ്റുകളാണ് നിരവധി വരുന്നത്. എന്തായാലും വിധി വന്നതിന് പിന്നാലെ ദിലീപിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനമായിട്ടാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നതെന്നുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.